നമസ്കാരം. പലപ്പോഴും നമ്മൾ വാർത്തകൾ അറിയാറുണ്ട്. പക്ഷേ ആഴത്തിൽ, പരപ്പിൽ ഒരു വാർത്ത അറിയാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? വാർത്തകളുടെ തള്ളിക്കയറ്റത്തിനിടെ ഒരു പ്രധാന വാർത്ത സമഗ്രമായി അവതരിപ്പിക്കാൻ മാധ്യമങ്ങളും ശ്രമിക്കാറില്ല എന്നതാണ് വാസ്തവം. ഇവിടെയാണ് ഡി ന്യൂസിൻ്റെ പ്രസക്തി. ഒരു വാർത്ത കൂടുതൽ ആഴത്തിൽ സമഗ്രമായി അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഡി ന്യൂസ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലാവ്ലിൻ കേസ് വീണ്ടും മാറ്റിവെച്ചു. വാർത്തകളിൽ വീണ്ടും ലാവ്ലിൻ കേസ് നിറയുകയാണ്. എന്നും എക്കാലവും ലാവ്ലിൻ എന്ന വാക്ക് മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഏറെ പ്രത്യേകതയുള്ളതാണ്. വീണ്ടും ലാവ്ലിൻ ചർച്ചയാകുമ്പോൾ ഡി ന്യൂസ് പരിശോധിക്കുകയാണ്, എന്താണ് ലാവ്ലിൻ കേസ്? കേസ് മാറ്റിവെക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ? ആദ്യം നമുക്കറിയേണ്ടത് എന്താണ് ലാവ്ലിൻ വിവാദമെന്നാണ്. നമുക്ക് കാണാം. 1995 ഓഗസ്റ്റ് 10 ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിനായി കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിനുമായി ധാരണാപത്രം ഒപ്പിടുന്നു. അന്നത്തെ വൈദ്യുതി മന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം കൺസൾട്ടൻസി കരാറും ഉപകരണങ്ങൾ വാങ്ങാൻ സപ്ലൈ കരാറുമാക്കി. 20.31 കോടിയുടെ കൺസൾട്ടൻസി ഫീസിന് പുറമെ 149.15 കോടിയുടെ ഉപകരണം വാങ്ങാനും ധാരണയായി. മലബാർ ക്യാൻസർ സെന്ററിന് 98 കോടി രൂപയുടെ സഹായ വാഗ്ദാനവും ലാവ്ലിൻ നടത്തി. ഇതോടെ കാര്യങ്ങൾ ധാരണയായി. പിന്നാലെ കുറഞ്ഞ ചെലവിൽ പദ്ധതികൾ നവീകരിക്കാമെന്ന പൊതുമേഖലാ സ്ഥാപനമായ ഭെല്ലിന്റെ ശുപാർശ തള്ളുന്നു. 130 കോടിയുടെ വിദേശ സഹായത്തോടെ SNC ലാവ്ലിനുമായി 1997 ജനുവരി 25 അന്തിമ കരാർ. കരാറിലെ ഉറപ്പുകൾ വെറും വാക്കായെന്ന് CAG റിപ്പോർട്ട്. നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള കരാർ മൂലമുണ്ടായത് വൻ നഷ്ടം. ക്യാൻസർ സെന്ററിന് 98 കോടി ലഭിക്കേണ്ടിടത്ത് ലഭിച്ചത് 8.98 കോടി രൂപ മാത്രം. ആശുപത്രിക്കായി സർക്കാർ കരാർ ഒപ്പിടാത്തത് ഗുരുതര വീഴ്ചയാണെന്ന് വിജിലൻസ് കണ്ടെത്തി. എന്നാൽ ആശുപത്രിക്ക് ഇനി നയാ പൈസ പോലും കൊടുക്കാൻ ബാക്കിയില്ലെന്ന് കനേഡിയൻ ഹൈക്കമ്മീഷൻ നിലപാടെടുത്തു. LDF ഭരണകാലത്തെ SNC ലാവ്ലിൻ ഇടപാടിൽ KSEBയുടെ 3 ചെയർമാൻമാരും കനേഡിയൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ 8 പ്രതികൾ. 2006 മാർച്ച് 1 ലാവ്ലിൻ കേസിന്റെ അന്വേഷണം CBIക്ക് വിടാൻ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചു. പിന്നീട് അരങ്ങേറിയത് നാടകീയ നാൾവഴികളാണ്. മുൻ വൈദ്യുതി മന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെടുന്ന സുപ്രധാന ഫയൽ അപ്രത്യക്ഷമായതായി വിജിലൻസ് റിപ്പോർട്ടിൽ പരാമർശം. കേസ് അന്വേഷിച്ച SP ആകട്ടെ നീണ്ട അവധിയിൽ പോകുന്നു. പിന്നാലെ SNC ലാവ്ലിൻ കേസിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് CBIയും. വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനാൽ കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന CBI നിലപാട് VS സർക്കാർ അംഗീകരിച്ചു. പക്ഷേ ഹൈക്കോടതി തിരിച്ചടിച്ചു. എല്ലാ ഫയലുകളും സർക്കാർ ഹാജരാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് CBI ഏറ്റെടുക്കാൻ ഉത്തരവിട്ടു. പിന്നീട് 2009 ജനുവരി 23 പിണറായി വിജയനെ ഉൾപ്പെടുത്തി ലാവ്ലിൻ കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ ഏറെ വിവാദമുയർത്തിയ SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ CBI പ്രത്യേക കോടതി പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കി. വേട്ടയാടലിന് വിധേയനായ എനിക്ക് നൽകിയ പിന്തുണയിൽ കൃതജ്ഞനാണ് ഞാൻ. പത്രസമ്മേളനം ഇവിടെ നടത്തേണ്ടി വന്നതിനാലാണ് സെക്രട്ടേറിയറ്റ് നടയിൽ ആ സമയത്ത് വരാൻ പറ്റാതിരുന്നത്. ഏതായാലും നിങ്ങൾ ഇവിടത്തേക്ക് വന്ന സാഹചര്യത്തിൽ ആ സെക്രട്ടേറിയറ്റ് നടയിലെ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി CBI കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് ക്രൈം എഡിറ്റർ TP നന്ദകുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. വാദങ്ങളെല്ലാം തള്ളിയ ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ കീഴ്ക്കോടതി വിധി ശരിവച്ചു. അങ്ങനെ 2017 സുപ്രീം കോടതി കയറിയതാണ് ഈ കേസ്. ഇന്നുവരെ മാറ്റിവെക്കുന്നതിന് മാറ്റമില്ലാതായി. ലാവ്ലിൻ കേസ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതത്തിൽ എന്തും വെല്ലുവിളിയായിരുന്നു. ഒരു ഘട്ടത്തിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതം പോലും ഈ വിവാദത്തോടെ അവസാനിച്ചെന്ന് കരുതിയെടുത്തു നിന്നാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തിരിച്ചെത്തിയത്. വിചാരണ കോടതിയും ഹൈക്കോടതിയും പിണറായിയെ കുറ്റവിമുക്തനാക്കി. ഒടുവിൽ CBI സുപ്രീം കോടതിയിൽ നടത്തുന്ന നിയമ നീക്കങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്ന
ഈ സാഹചര്യങ്ങൾക്ക് വഴിവെച്ചത്? യഥാർത്ഥത്തിൽ എന്താണ് സുപ്രീം കോടതിയിൽ നടക്കുന്നത്? 2027 ഒക്ടോബറിലാണ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിലെത്തുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ കേസ് പരിഗണിച്ചത് 38 തവണ. പക്ഷേ കാര്യമായി ഒന്നും സംഭവിച്ചില്ല. പിണറായി വിജയൻ ഉൾപ്പെടെ 3 പേരെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയതിനെതിരെ CBI നൽകിയ അപ്പീലും വിചാരണ നേരിടണമെന്ന് വിധിക്കപ്പെട്ടവരുടെ അപ്പീലുകളുമാണ് സുപ്രീം കോടതിക്ക് മുമ്പാകെയുള്ളത്. പ്രതികളെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ കോൺഗ്രസ് നേതാവ് VM സുധീരൻ നൽകിയ ഹർജിയുമുണ്ട്. 2017 ഒക്ടോബർ 27 എല്ലാ ഹർജികളും ഒന്നിച്ചു പരിഗണിക്കണമെന്ന് അന്നത്തെ വൈദ്യുതി ബോർഡ് മുൻ ചെയർമാനും കേസിലെ പ്രതിയുമായ R ശിവദാസൻ ആവശ്യമുന്നയിച്ചു. അന്ന് കേസ് 6 ആഴ്ചത്തേക്ക് മാറ്റി. പിന്നീട് ഡിസംബർ 11 പരിഗണിച്ചെങ്കിലും അന്നും 1 മാസത്തേക്ക് മാറ്റുകയായിരുന്നു. 2018 ജനുവരി 10 കേസ് പിന്നീട് പരിഗണിച്ചത്. തൊട്ടടുത്ത ദിവസം 3 പ്രതികളുടെ വിചാരണയ്ക്ക് സ്റ്റേ. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ്. കേസിൽ ചിലരെ മാത്രം തിരഞ്ഞുപിടിച്ച് വെറുതെ വിട്ടത് ശരിയായില്ലെന്ന് CBIയും നിലപാടെടുത്തു. പിന്നീട് 2018 5 പ്രാവശ്യം കോടതി ഈ കേസ് പരിഗണിച്ചെങ്കിലും മാറ്റിവെക്കാനായിരുന്നു തീരുമാനം. 2019 ജനുവരി 10 ആദ്യം പരിഗണിച്ചപ്പോൾ 6 ആഴ്ചത്തേക്ക് മാറ്റി. പിന്നീട് ഏപ്രിൽ 1 മറുപടി ഫയൽ ചെയ്യാൻ 3 ആഴ്ച വേണമെന്ന് മൂന്നാം എതിർകക്ഷി K മോഹനചന്ദ്രന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. കേസ് വേനൽ അവധിക്ക് ശേഷം കേൾക്കാമെന്ന് പറഞ്ഞെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു. 4ാം വർഷം അതായത് 2020 ജസ്റ്റിസ് രമണ വിരമിച്ചതിനാൽ മറ്റൊരു ബെഞ്ച് സെപ്റ്റംബർ 21 കേൾക്കാമെന്ന് ഉത്തരവ്. പക്ഷേ കേസ് ഒക്ടോബർ 8 മാറ്റുകയായിരുന്നു. സമഗ്രമായ കുറിപ്പ് തയ്യാറാക്കി നൽകാമെന്ന് CBI പറഞ്ഞതിനാൽ കേസ് വീണ്ടും ഒക്ടോബർ 16 മാറ്റി. എന്നാൽ പിന്നീട് 2020 3 പ്രാവശ്യം കൂടി കേസ് പരിഗണിച്ചെങ്കിലും അഭിഭാഷകരുടെ അസൗകര്യങ്ങൾ മൂലം കേസ് മാറ്റിവെക്കുകയായിരുന്നു. കേസ് 5ാം വർഷത്തിലേക്ക് കടന്നപ്പോഴും സ്ഥിതിക്ക് മാറ്റമുണ്ടായില്ല. 4 പ്രാവശ്യം കേസ് പരിഗണിച്ചെങ്കിലും അഭിഭാഷക അസൗകര്യങ്ങളും CBI സമയം ആവശ്യപ്പെട്ടത് മൂലം കേസ് മാറ്റി. പിന്നീട് 2022 ഒക്ടോബർ 20 കേസ് സുപ്രീം കോടതി കേട്ടത്. അപ്പോഴും വിശദമായി വാദം കേൾക്കാനുണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഡിസംബർ 7 മാറ്റി. 2023 ഏപ്രിൽ 24 ജസ്റ്റിസ് CT രവികുമാർ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി. കേരള ഹൈക്കോടതിയിലായിരിക്കെ താൻ ലാവ്ലിൻ കേസിൽ ഉത്തരവിറക്കിയിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാരണം. തുടർന്ന് മറ്റൊരു ബെഞ്ചിലേക്ക്. ജൂലൈ 18 CBIക്ക് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവിന്റെ അസൗകര്യം പരിഗണിച്ച് സെപ്റ്റംബർ 12 മാറ്റി. അതേ കാരണങ്ങളാൽ തന്നെ കേസ് ഒക്ടോബർ 10 വീണ്ടും മാറ്റി. അന്ന് മറ്റു കേസുകൾ നീണ്ടുപോയതിനാൽ പരിഗണനയ്ക്കെത്തിയില്ല. ഇനി 8ാം വർഷത്തിലേക്ക്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴും ഒരു മാറ്റവും ഉണ്ടായില്ല. വേനൽ അവധിക്ക് ശേഷം ജൂലൈയിൽ കേൾക്കാമെന്ന് സുപ്രീം കോടതി. മാർച്ചിലോ ഏപ്രിലോ വേണമെന്ന് CBIയുടെ ആവശ്യത്തെ തുടർന്ന് മെയ് 1 ഇനി അന്തിമവാദം. എല്ലാ ആഭരണങ്ങളും തൊട്ടുമുമ്പ് കേസ് മാറ്റിവെക്കുന്നതിന് പിന്നിൽ പിണറായിയുടെ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നാണ് ആരോപണം. യഥാർത്ഥത്തിൽ ഈ വാദത്തിൽ കഴമ്പുണ്ടോ? സുപ്രീം കോടതി നടപടികളിൽ എന്തെങ്കിലും അസ്വാഭാവികത നമുക്ക് കാണാനാവുന്നുണ്ടോ? കോടതി നടപടികളിൽ അസ്വാഭാവികതയുണ്ടെന്ന് വാദിക്കുന്നവരാണ് ഏറെയും. ഈ വാദത്തെ വെറുതെ അങ്ങ് തള്ളിക്കളയാനുമാവില്ല. കാരണം മുമ്പ് ഏതെങ്കിലും കേസുകൾ ഇത്രയധികം മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടോ? സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ സമാനമായ ഉദാഹരണം അധികമില്ല. സുപ്രീം കോടതി ഒരു കേസ് 38 തവണ മാറ്റിവെച്ചു എന്നത് തന്നെ അസ്വാഭാവികമായ കാര്യമാണ്. ഒരുപക്ഷെ അത് അഭൂതപൂർവം കൂടി ആയിരിക്കാം. മറ്റേതെങ്കിലും കേസ് ഇപ്രകാരം നീട്ടിവെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സുപ്രീം കോടതി ചരിത്രത്തിലെ ഏറ്റവും വലിയ കേസായിരുന്നു കേശവാനന്ദ ഭാരതി കേസ്. 66 ദിവസം നീണ്ടു നിന്ന വാദം ആണെന്ന് നടന്നത്. ആ കേസിൽ പോലും ഇങ്ങനെ അഡ്ജേൺമെന്റ്സ് ഉണ്ടായിട്ടില്ല. ഇത് സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രമാദമായതോ അല്ലെങ്കിൽ പ്രശസ്തമായതോ ആയ കേസൊന്നുമല്ല ലാവ്ലിൻ എന്ന് പറയുന്നത്. അത് CBI കോടതിയുടെ ഉത്തരവ് കേരള ഹൈക്കോടതി ശരിവെച്ചു. അതിനെതിരെയുള്ള ആണ് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നത്. അവിടെ രേഖകളുണ്ട്. നേരത്തെ 2 കോടതികളിൽ നടന്ന ആർഗ്യുമെന്റ്സ് ഉണ്ട്. ആ 2 കോടതികളിലെ ഉത്തരവുണ്ട്. അത് പെട്ടെന്ന് തീർക്കാവുന്ന കേസേ ഉള്ളൂ.
38 തവണയും കേസ് മാറ്റിവെക്കപ്പെടുന്നതിന് ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ കോടതിയുടെ അസൗകര്യമാവാം, മറ്റു ചിലപ്പോൾ CBIയുടെ അസൗകര്യമാവാം. കേസ് ഇങ്ങനെ മാറ്റിവെച്ചതുകൊണ്ട് ആരോപണ വിധേയനായ മുഖ്യമന്ത്രിക്ക് എന്ത് നേട്ടമുണ്ടാകുമെന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. കേസ് പരിഗണിച്ച് വീണ്ടും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടാൽ പിണറായി വിജയൻ വീണ്ടും വിചാരണ നേരിടേണ്ടി വരും. ഒരു അഴിമതി കേസിൽ പ്രതിയായിരുന്ന് മുഖ്യമന്ത്രിയായി തുടരാനാവില്ല. പ്രതിപക്ഷമുയർത്തുന്ന ചോദ്യം മാത്രമല്ല, മുമ്പ് ഇതേ കാരണത്താൽ പാർലമെന്ററി രംഗത്തു നിന്നും മാറി നിന്നിരുന്ന വ്യക്തി മുഖ്യമന്ത്രിയായി തുടരുന്നതിന് ന്യായീകരിക്കാൻ CPMനുമാവില്ല. അങ്ങനെയെങ്കിൽ പിണറായിയുടെ രാജി തന്നെ ഉണ്ടാവേണ്ടി വരും. ചുരുക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും താഴെയിറക്കാൻ സാധ്യതയുള്ള ഒരു കോടതി വിധിയെ സ്വാധീനം ഉപയോഗിച്ച് പിണറായി വിജയൻ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണോ? അങ്ങനെയെങ്കിൽ അത് എത്ര നാൾ കഴിയും? ഇന്നല്ലെങ്കിൽ നാളെ സുപ്രീം കോടതിക്ക് കേസ് പരിഗണിച്ചല്ലേ പറ്റൂ. പക്ഷേ വാർത്ത അനുസരിച്ച് പലപ്പോഴും CBI അഡ്ജേൺമെന്റ് ആവശ്യപ്പെടുന്നു. ഇന്ന് തന്നെ കേട്ട വാർത്ത അനുസരിച്ച് വക്കാലത്ത് മാറുന്നതിന് വേണ്ടി, ആരുടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വക്കാലത്ത് മാറുന്നതിന് വേണ്ടി സമയം ചോദിച്ചിരിക്കുന്നു. അങ്ങനെ വളരെ ഫ്ലിംസി ആയ കാരണങ്ങളെ മുൻനിർത്തി അഡ്ജേൺമെന്റ് ചോദിക്കുകയും അഡ്ജേൺമെന്റ് സുപ്രീം കോടതി കൊടുക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നത് സുപ്രീം കോടതിയെ തന്നെയാണ്. ഇതിനേക്കാൾ സങ്കീർണമായത് ഭവിഷ്യത്തുള്ള കേസായിരുന്നില്ലേ അയോധ്യ കേസ്? ആ വക കേസുകൾ പോലും സുപ്രീം കോടതിക്ക് എത്ര അനായാസം തീർത്ത് വിധി പറയാൻ കഴിഞ്ഞു. ഇവിടെ അങ്ങനെയൊന്നുമുള്ള യാതൊരു സങ്കീർണതകളുമുള്ള കേസല്ല ഇത്. ഹൈക്കോടതിയുടെ ഉത്തരവ് അവരുടെ മുന്നിലുണ്ട്. അത് വായിച്ച് ശരിയോ തെറ്റോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ അതിന് പകരം ഇത്രമാത്രം അഡ്ജേൺമെന്റ് ഈ കേസിൽ അനുവദിച്ചു എന്നത് അത് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയായി ഞാൻ കാണുന്നു. അതിന് അപ്പുറം വലിയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ചില അന്തർധാര എന്നൊക്കെ ചിലർ പറയുന്നത് അത് രാഷ്ട്രീയമായ അർത്ഥമില്ലാത്ത അഭിപ്രായ പ്രകടനമായി തള്ളിക്കളയാവുന്നതേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന BJPയെ സ്വാധീനിച്ച് അതുവഴി CBI കേസിൽ നിന്നും പിന്നോട്ട് പോകുന്നുവെന്നാണ് ആരോപണം. പക്ഷേ രാഷ്ട്രീയമായി എന്നും ഏറ്റുമുട്ടുന്ന BJPയുമായി പിണറായി വിജയൻ എങ്ങനെ ചങ്ങാത്തമുണ്ടാക്കും? ഇനി അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ഇതുകൊണ്ട് BJPക്ക് എന്താണ് നേട്ടം? കേരളത്തിൽ പ്രതിപക്ഷം എന്നും ഉയർത്തുന്ന വിമർശനമാണ് BJPയും CPMും തമ്മിലുള്ള ഒത്തുകളി. കേരളത്തിൽ BJPക്ക് ഇടം സൃഷ്ടിച്ച് പിണറായി വിജയൻ നടത്തുന്ന ഒത്തുതീർപ്പുകൾ ലാവ്ലിൻ ലക്ഷ്യമിട്ടാണെന്നാണ് വിമർശനം. അതപ്പോൾ ധാരണയുണ്ടാവും. ഇടനിലക്കാരുണ്ട്, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇടനിലക്കാരുണ്ട്. ഇടനിലക്കാരിപ്പോൾ ഇറങ്ങും. അപ്പോൾ കേസെടുക്കുമ്പോൾ CBIയുടെ വക്കീലിനെ കാണില്ല. പകല് CPM വിരോധവും BJP വിരോധവും അങ്ങോട്ടും ഇങ്ങോട്ടും. രാത്രിയാകുമ്പോൾ ഒരുമിച്ച് കൂടും. എന്നിട്ട് തീരുമാനിക്കുക അന്ന് CBIയുടെ വക്കീലിന് പനിയായിരിക്കും. BJP CPM കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ടെന്നും ഇതിന് പിന്നിലെല്ലാം വലിയ കഥകളുണ്ടെന്നും സർക്കാരിൻ്റെ വിമർശകരും പറയുന്നു. പക്ഷേ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. വർഷങ്ങളോളം നേരിട്ട വിമർശനങ്ങളെയും ആരോപണങ്ങളെയും കോടതി വഴി തന്നെ നേരിട്ട് വിജയം വരിച്ചാണ് പിണറായി വീണ്ടും മത്സരിക്കാൻ ഇറങ്ങിയത്. വിചാരണ കോടതിയും ഹൈക്കോടതിയും കുറ്റവിമുക്തനാക്കിയെങ്കിൽ ന്യായം പിണറായിക്കൊപ്പമല്ലേ എന്ന വാദത്തിലും കഴമ്പുണ്ട്. CAGയും CBIയും കണ്ടെത്തിയ അഴിമതി കോടതിയിൽ തെളിഞ്ഞില്ല. നിയമരംഗത്തെ പ്രമുഖർ തന്നെ വിധി പറഞ്ഞ് കുറ്റവിമുക്തനാക്കിയ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് എന്ത് സംഭവിക്കാനാണ്? പിന്നെന്തിന് സുപ്രീം കോടതി നടപടിയെ പിണറായി ഭയക്കണം? പാർട്ടി സെക്രട്ടറിയുടെ ചുമതല വഹിച്ച് പ്രവർത്തിച്ചതോടെ ചിത്രം മാറുന്നു. അത് സ്വാഭാവികമാണ്. CPIM എന്ന പാർട്ടിയെ ആക്രമിക്കുന്നതിന് അതിൻ്റെ ഒരു പ്രതീകമായി പിന്നീട് ഞാൻ മാറുകയാണ്. ലാവ്ലിൻ വിവാദം പിണറായിക്കും CPMനും മുന്നിൽ ഡെമോക്ലിസിൻ്റെ വാള് പോലെ ഇപ്പോഴുമുണ്ട്. വീണ്ടും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടാൽ പിണറായി വിജയൻ ഒരുപക്ഷെ രാജിവെക്കേണ്ടി വന്നേക്കാം. മെയ് 1 വീണ്ടും ലാവ്ലിൻ കോടതിയിലെത്തുമ്പോൾ എന്തു സംഭവിക്കും? ആകാംക്ഷ എല്ലാവർക്കും നിറയുകയാണ്. ഡി ന്യൂസ് അവസാനിക്കുന്നു. വീണ്ടും നാളെ കാണാം. ജീവിതത്തിന്റെ ലഭിക്കുന്നതിനുള്ള